ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പതിവ് പോലെ ഒരു കുഞ്ഞു കടയിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഐറ്റംസ് ആണ് എല്ലാം. ചിക്കൻ ഫ്രൈ, ചിക്കൻ തോരൻ, ചിക്കൻ കറി, ചിക്കൻ പുരട്ട്, പിന്നെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, അപ്പം, പിന്നെ ചില ദിവസങ്ങളിൽ കപ്പ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം, വരും. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ പള്ളിച്ചാൽ പുന്നമൂട് കഴിഞ്ഞ് വെള്ളായണിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ മുരളിച്ചേട്ടന്റെ കടയുള്ളത്. രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ കട ഓപ്പണിംഗ് ആണ്. ഇവിടെ തീരുന്നതനുസരിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോ പോയാലും നല്ല ചൂടുള്ള ആഹാരമാണ് ഇവിടെ കിട്ടുന്നത്. പല പരിമിതികളും ഉണ്ടെങ്കിലും ഇവിടെ വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് സാധനങ്ങൾ എപ്പോഴും റെഡിയാണ് കേട്ടോ ഇവിടെ വന്നാൽ. ഇവിടുത്തെ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. മസാല കൂട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അടുത്ത് എണ്ണയിലിട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് ഫ്രൈ ചെയ്യും. അതിനുശേഷം അതെടുത്ത് മാറ്റി കുറച്ച് മസാല കൂട്ടുണ്ട്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പെരിഞ്ജീരകം, അങ്ങനെ തുടങ്ങിയ ചില മസാലക്കൂട്ട് എടുത്ത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിൽ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അത് വീണ്ടും എടുത്ത് വറുത്തെടുക്കും. അതുപോലെ ഈ ചിക്കൻ പീസ് വളരെ ചെറിയ പീസ് ആയിരിക്കും കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ക്രിസ്പി ആയിരിക്കും. ഞങ്ങൾ കടയിലെത്തിയിട്ടുണ്ട്. വളരെ ഒരു കുഞ്ഞു കടയാണ്. ഇവിടുത്തെ ഐറ്റംസ് ട്രൈ ചെയ്യും. ഇവിടെ കൂടുതലും പാഴ്സൽ ആയിട്ടാണ് പോകുന്നത്. വന്നിരുന്ന് കഴിക്കുന്നവര് വളരെ കുറവാണ് കേട്ടോ. ഇവിടെ ഒരു ടേബിള് അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ കുഞ്ഞു കടയാണെങ്കിലും രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ സാധനങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ സാധനങ്ങൾ പോകുന്ന അനുസരിച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കാം. ഞങ്ങൾ ചിക്കൻ തോരനും ഫ്രൈയും ചിക്കൻ ചില്ലിയും ഒക്കെ ഓർഡർ ചെയ്ത്, പിന്നെ പൊറോട്ടയും ഇടിയപ്പവും ആണ് ഇന്നിവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതും മേടിച്ചു കഴിച്ചു. പറയാനായിട്ട് ചിക്കൻ ഫ്രൈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിനെസ്സും ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. നമ്മളൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, പക്കോടയും ഇടയൊക്കെ വേറൊരു ടേസ്റ്റ് ആയിട്ട് തോന്നും. ചിക്കൻ തോരനാണെങ്കിൽ നിറയെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടാണ് ചിക്കൻ തോരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഇച്ചിരി ടേസ്റ്റ് മുൻപന്തിയിൽ നിൽക്കും പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു ചില്ലി ചിക്കൻ പോലെ അല്ല അതിരുന്നത്, തിക്ക് ഗ്രേവി ആയിട്ട് കോട്ടിംഗ് ഒന്നും ഇല്ലാതെയാണ്. പക്ഷേ അത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം ഗ്രേവിയും ഉണ്ട്, പക്ഷെ തിക്ക് ഗ്രേവിയും ആണ്. നമുക്ക് പൊറോട്ടയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഗ്രേവിയൊക്കെ എടുത്ത് നല്ല കഴിക്കാനായിട്ട് കിട്ടും. നല്ല ഫ്രഷ് മീറ്റ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഒരിക്കലും പഴകിയ മീറ്റോ തലേദിവസം മീറ്റോ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. രാവിലെ എടുത്തിട്ട് വരുന്ന മീറ്റ് കുക്ക് ചെയ്ത് അത് കഴിയുമ്പോഴത്തേക്കുമാണ് അടുത്തത് ഉണ്ടാക്കുന്നത്. വൈകുന്നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് എത്ര മണിവരെ കാണും അത്രയും മണിവരെ മാത്രമേ ഇവിടെ ഹോട്ടൽ ഓപ്പണിംഗ് ആയിരിക്കത്തുള്ളൂ. കല്ലിയൂർ ജംഗ്ഷനിൽ CSF ഓപ്പോസിറ്റ് ആണ് ഈ ചിക്കൻ കൊണ്ടുവരുന്നത്. കേരള ചിക്കൻ കോണ. ആഹാരം കഴിച്ചു കഴിഞ്ഞു. പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു ടേസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ ചേട്ടാ? ചേട്ടൻ തന്നെ മില്ലിൽ നിന്നാണ് മേടിക്കുന്നത്. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അല്ല മേടിക്കുന്നത്. മില്ലിൽ നിന്ന് വളരെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഫുഡ് കളർ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ കടുക് താളിക്കുന്നത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി അല്ലേ ചേട്ടാ? അതെന്താണ് അങ്ങനെ ചെയ്യാൻ കാര്യം? കടുക് ആക്കുമ്പം കാണും എന്ന് പറഞ്ഞാല് മുതിരയാണ് അല്ലേ? മുതിരയാണ്. അപ്പൊ മുതിര പ്രോട്ടീൻ ആണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഈ ചിക്കനിൽ കൂടെ കിട്ടുമ്പോഴത്തേക്കും അതൊരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കന്റെ വിഭവങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. 22 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു കടയാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ട് ഒരു തീം പോലെ എനിക്ക് തോന്നി. ചിക്കൻ മാത്രം കൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. 22 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ലൊരു സ്പോട്ടുമായിട്ട് കാണുന്നതുവരെ ബൈ.